മുഴുവൻ ഇസ്ലാം മത വിമർശകരും ഇസ്ലാം സ്വീകരിച്ചാലും ശരി, ഇസ്ലാം ശരിയാണ് എന്നതിനത് തെളിവാണോ? ആണോ? ഇനിയിപ്പോ നാളെ നരേന്ദ്രമോദി പൊന്നാനിയിൽ പോയി അറ്റമെടുത്തിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്ന് വിചാരിക്കുക. ഇസ്ലാം ശരിയാണ് എന്നതിന് അർത്ഥമുണ്ടോ? ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും പടച്ചവനിൽ വിശ്വസിച്ചാലും ശരി, ഈ പടച്ചവനാണ് ശരി എന്നതിന് എന്ത് തെളിവാണുള്ളത്? നിങ്ങൾ ഇങ്ങനെ മുഹബത്തിൽ, കാരണം നിങ്ങൾക്ക് മദ്രസ ബുദ്ധി മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാ അവർ ഇസ്ലാമിലേക്ക് വരുന്നു, ഇവർ ഇസ്ലാമിലേക്ക് വന്നോട്ടെ. നിങ്ങൾക്കല്ലേ വെപ്രാളം, നമുക്ക് വെപ്രാളമില്ല. അപ്പോ പടച്ചവൻ ഭീഷണിപ്പെടുത്തുവാണ്, നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും എന്നെ കുറിച്ച് വിചാരിച്ചാലുണ്ടല്ലോ അത് ഞാൻ അറിയും കേട്ടോ എന്ന്. പിന്നെ ആകാശങ്ങളും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് പടച്ചവനാണ്, അതിന്റെ ആധിപത്യം പടച്ചവനാണ്, ശരി. അല്ല, ഫരീദ പി ഉമർ പേര് മാറ്റിയോ? മുഹമ്മദ് നബി പേര് മാറ്റിയോ? പോട്ടെ, മുഹമ്മദ് നബിയുടെ മാതാപിതാക്കൾ മുസ്ലിങ്ങളായിരുന്നു, അവരുടെ പേരെന്താ? ആമിന എന്നോ അബ്ദുള്ള എന്നോ? അയ്യോ, ഫരീദ പി എന്നെ ഇരുത്തിയിരിക്കുവാണെന്ന് തോന്നുന്നല്ലോ, എനിക്ക് മറുപടി താന്ന്. അത് തന്നെ ഞാൻ ചോദിച്ചത്, കേട്ടില്ലേ? പ്രവാചകന്റെ അടുക്കൽ വന്ന് ഇസ്ലാം സ്വീകരിച്ച ആരെങ്കിലും ഒരാൾ പേരുമാറ്റിയ ചരിത്രമുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോയോ? പേനുമാറ്റ അപ്പോ നോക്ക്, അള്ളാഹുവിനാകുന്നു ആകാശത്തിന്റെയും ഭൂമിയുടെയും ആധിപത്യം, ശരി. അള്ളാഹു കഴിവുള്ളവനാണെന്ന് ഓരോ കാര്യം പറയുമ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഫരീദായി പറഞ്ഞു വിട്ടേരെ കേട്ടോ. മീനു, ആബിദേ, മനസ്സിലാകുന്നില്ലെങ്കിൽ താങ്കളോടാ പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ. അതാണ് മീനു. ആദ്യം ഈ ഇവരെ പോലെയുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെ പോകേണ്ടത് പാകിസ്ഥാനിലേക്കോ അഫ്ഗാനിലേക്കോ ഒക്കെയാണ്. അതാണ് നല്ലത്. അപ്പൊ പടച്ചോൻ വീണ്ടും പറയാണ്, ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചത് ഞാനാണ്, എനിക്കാണ് അതിന്റെയൊക്കെ നിയന്ത്രണം, എല്ലാ കാര്യത്തിനും ഞാൻ കഴിവുള്ളവനാണ് കേട്ടോന്ന്. വീണ്ടും പറയാണ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം അള്ളാഹുവിനാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇതാര് പറയുന്നതാ? ജിബ്രീലിനോട് പടച്ചോൻ ചോദിക്കുവാണ്. ആ ജിബ്രീൽ വന്ന് അങ്ങനെ തന്നെ മുഹമ്മദിന് പറഞ്ഞു കൊടുക്കുന്നു, മുഹമ്മദ് അനുചരന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പടച്ചോൻ പറയാണെന്ന് ഉറപ്പാണ്. എന്നിട്ട് പടച്ചോൻ പറയാണ്, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുകയും ചെയ്യുന്നു. അള്ളാഹു ഏത് കാര്യത്തിലും കഴിവുള്ളവനാണ്. അല്ല, നിങ്ങളുടെ ആരുടെയും ഉമ്മായും ബാപ്പായും ഒന്നും കിളവനും ഒന്നും ആയിട്ടില്ലടാ മരയൂന്തുകളെ. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞു, ഞാൻ ഹൂറിയാണ്, എനിക്കൊരു പയ്യനെ നോക്കണമെന്ന് പറഞ്ഞോ? വികാരം പൊട്ടിക്കിടക്കുകയാണ്, ആരെങ്കിലും വന്നിട്ട് അത് തീർക്കാൻ പറഞ്ഞോ? നോൺസെൻസ്. നിനക്കൊക്കെ ഇങ്ങനെ ഒരാളെ വിലയിരുത്താൻ പറ്റുള്ളല്ലേ? മദ്രസകളിൽ പഠിച്ചിരിക്കുന്ന ബുദ്ധിയാ. നിന്റെയൊക്കെ മാതാപിതാക്കൾ വയസ്സായാലും എന്ത് ചെയ്യണം? അടുത്ത കിണറ്റിലിടുവോ? നീയൊക്കെ എന്താണ് എല്ലാ കാലവും ഇങ്ങനെ തന്നെ ഇരിക്കുവോ? ഞാൻ കിളവി ആയിക്കോട്ടെ, എന്റെ മകൻ 21 വയസ്സായി. ഫരീദ, നിന്റെ തള്ള എങ്ങനെയാടി ഇരിക്കുന്ന? 16 വയസ്സുകാരിയാ. നിന്റെ തന്ത എങ്ങനെയാടി ഇരിക്കുന്നത്? ചുക്കി ചുളിഞ്ഞിട്ടില്ലേ? അല്ല വലാതി, നീ ആരെ നോക്കാൻ വന്നാടി? ഹൂറികളെ നോക്കാനോ? അപ്പോ പടച്ചോൻ വീണ്ടും പറയാണ്, അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ ശിക്ഷിക്കും. അങ്ങനെയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ പടച്ചോനെ നീതിമാൻ എന്ന് പറയാൻ പറ്റുമോ? പടച്ചോൻ കുറച്ച് ആളുകളെ ഉദ്ദേശിച്ച് അങ്ങ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വർഗത്തിന് വേണ്ടി, കുറച്ചാളുകളെ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട് നരകത്തിന് വേണ്ടി. ഇതെങ്ങനെയാ ശരിയാകുക? ഇതെങ്ങനെയാണ് നീതിയുക്തമാകുന്നത്? പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനൊക്കെയാണ്, സമ്മതിക്കുന്നു.
ഇനി ഒരു പക്ഷേ സ്വർഗമുണ്ടെങ്കിൽ പടച്ചോനി പറഞ്ഞതുപോലെ എല്ലാം ഉണ്ടെങ്കിൽ അതിനകത്ത് ഞാനും ഉണ്ടാവും. കാരണം എന്തെന്നറിയാമോ? പടച്ചോൻ പറഞ്ഞതല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പടച്ചോൻ പറഞ്ഞതൊക്കെ മറച്ചു വെച്ചിട്ട് മറ്റൊരു ഇസ്ലാമിനെ ഇവിടെ പ്രതിനിധാനം ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്, പുരോഹിതന്മാര്. എന്നിട്ട് പടച്ചോൻ പറയാണ് ആകാശവും ഭൂമിയുടെ ഒക്കെ ആധിപത്യം പടച്ചോനാണ് കേട്ടോ. ശരി, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ് കേട്ടോ. എത്ര വചനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. എല്ലാത്തിലും പടച്ചോൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും സ്വാഭാവികമായും ശരി അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അല്ല, അതായത് പടച്ചോൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒരു തവണ പറയേണ്ടതിന് പകരം എത്ര തവണയാ പറയുന്നത്? നിങ്ങൾ റഹ്മാൻ എന്നൊരു അധ്യായത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അധ്യായമാണ്. റഹ്മാൻ, കാരുണ്യവാൻ എന്നാണ് അധ്യായത്തിന്റെ പേര്. 55-ാമത്തെ അധ്യായമാണ്. 55-ാമത്തെ അധ്യായമാണ്. മീനു അവർക്കൊക്കെ മറുപടി കൊടുക്കുക കേട്ടോ. മാനസിക രോഗികളെ ഒഴിവാക്കി വിട്ടേക്ക് കേട്ടോ. ഹൂറികളെ നോക്കാൻ വേണ്ടിയിട്ട് ഉദ്ധരിച്ച ലിംഗവുമായിട്ട് കുറെ കാക്കമാര് വന്നതിനകത്ത് കയറിയിട്ടുണ്ട്. ഓടിച്ചു വിട്ടേക്ക് കേട്ടാ. ഓക്കെ, അവരെ ആകെ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ ഇവർക്ക് നോട്ടം അത് തന്നെയുള്ളൂ. ഉമ്മയെയും നോക്കും ഇത് തന്നെ. ചുക്കി ചുളിഞ്ഞാൽ ഉമ്മയെ എടുത്ത് കിണറ്റിലിടാനും മടിക്കില്ല ഇവനൊക്കെ. സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിട്ട് വന്ന് കയറിയേക്കും. ആ നിഷാദും കൂടി വന്നു. മിനൂര് കുറച്ച് ആശ്വാസമായില്ലേ? ബാക്കി നിഷാദ് നോക്കിക്കോളും. മുഹമ്മദ് ജലീലെ, പടച്ചോൻ പറഞ്ഞതാടാ ഞാൻ ഈ പറഞ്ഞത്. കേട്ടിട്ട് നീ അങ്ങ് നന്നാവ് കേട്ടോ. നീ അങ്ങ് നന്നാവ് ശരിക്ക്. അപ്പൊ 55-ാം അധ്യായത്തിലെ പടച്ചോൻ 13-ാമത്തെ വാക്യം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വചനമാണ്. അപ്പോ പടച്ചോൻ ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടു കൂട്ടരും, അതായത് മനുഷ്യരെയും ജിന്നുകളെയുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് കേട്ടോ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ രണ്ടു കൂട്ടരുടെയും രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാണ് ആ വചനം. നിങ്ങൾ അള്ളാഹു നിങ്ങൾക്കൊക്കെ ചെയ്തു തന്നിട്ടുണ്ടല്ലോ അനുഗ്രഹങ്ങള്. സിദ്ദീഖേ, ഇതിനകത്ത് നിന്നെ പറഞ്ഞു വിടാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇത് ജൂതൻ ഉണ്ടാക്കിയതായതുകൊണ്ടേ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട്. പിന്നെ ജന്മത്ത് ഇതിനകത്തൊരു കമന്റ് ഇടാൻ നിനക്ക് പറ്റില്ല. നിഖിൽ, ഇല്ലാതിരിക്കലാണ് ആ പടച്ചവന്റെ മാന്യതയ്ക്ക് നല്ലത് കേട്ടോ. ഉണ്ടോ ഇല്ലേ? ഇല്ലാതിരിക്കലാണ് നല്ലത്. യുണൈറ്റി വിമർശിക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? ഖുർആനല്ലേ, ഖുർആൻ വചനങ്ങളല്ലേ നമ്മൾ പഠിച്ചതെല്ലാം. ഇത് വിമർശനമെന്നാണോ നിങ്ങൾക്ക് തോന്നിയത്? അതെന്റെ കുഴപ്പമല്ല കേട്ടോ. പറയുന്നതിന് ഉത്തരവാദി ഞാനാണ്, നിങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉത്തരവാദി ഞാനല്ല. അപ്പോ നോക്കോ, ഇതിനകത്ത് ഇതേ അധ്യായത്തിൽ തന്നെ 30 തവണയാണ് അള്ളാഹു ഇതേ ചോദ്യം തന്നെ ചോദിക്കുന്നത്. പിന്നെ എന്തിനാ നജിയ അതിനകത്തേക്ക് വലിഞ്ഞു കയറി വരുന്നത്? നജിയ കമാലിനെ ആരെങ്കിലും ഇൻവിറ്റേഷൻ ഇട്ടിട്ട് വിളിച്ചതാണോ? കൊച്ചെ, നിങ്ങളൊക്കെ ഇറങ്ങി പോകൊച്ചെ. ഇതിനകത്തേക്ക് കയറി വന്നിട്ട് നിനക്ക് കമന്റ് ഇടുന്നത് എന്തിനാണ്? നിന്നോട് ഞാൻ പറഞ്ഞോ കൊച്ചെ? മദ്രസയിലെ ബുദ്ധിയാണ് നിനക്കൊക്കെ കേട്ടാ. യുണൈറ്റി, ഞാനിവിടെ ജാതിയോ മതമോ ഒന്നും ചോദിച്ചിട്ടില്ല. ഇതിനകത്ത് ജാതിയോ മതമോ പറയേണ്ട കാര്യവും ഇല്ല. ഇവിടെ സംവരണം ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. അപ്പോ ഒരേ അധ്യായത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞ ഒരു കാര്യം തന്നെ 30 തവണയാണ് ആവർത്തിക്കുന്നത്. എന്ത് കാര്യമുണ്ട്? മനുഷ്യർക്കും ജിന്നുകൾക്കും അള്ളാഹു ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് വിമർശിക്കുന്നത്? ആ വചനങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. 16-ന് 18, 21, 23, 25, 28, 30, 32, 30, 36 അങ്ങനെ ഓരോ കാര്യവും പറഞ്ഞ് അതിന്റെ അപ്പുറത്ത് വീണ്ടും അത് തന്നെ പറയുന്നു, വീണ്ടും അത് തന്നെ പറയുന്നു, വീണ്ടും അത് തന്നെ അങ്ങനെ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഞാനാണ് കേട്ടോ, ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്.
ആകാശത്തിന്റെയും ഭൂമിയുടെയും ആധിപത്യം പടച്ചോനാണ് കേട്ടോ. പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോൻ. അപ്പൊ ഒറ്റ അധ്യായത്തിലാണ് ഇങ്ങനെ. ഇനി ആദം നബിയുടെ കഥയിലേക്ക് വന്നാൽ, ആദ്യം മലക്കുകളെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചു, ജിന്നുകളെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അവരെയൊക്കെ ആകാശത്ത് സ്വൈരമായിട്ട് വിഹരിക്കാൻ വിടുന്നു. എന്നിട്ട് അള്ളാഹു വഇദ് ഖുൽനാ ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഞാൻ കുറെ അനന്തരാവകാശികളെ സൃഷ്ടിക്കാൻ പോവുകയാണ് കേട്ടോ എന്ന് മലക്കുകളോട് പറയുന്നു. അപ്പോ മലക്കുകൾ അള്ളാഹുവിനെ പ്രതിരോധിക്കുന്നു. എന്തിനാണ് പടച്ചോനെ? ഖാലൂ അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അപ്പോ പടച്ചോനോട് പടച്ചോന് പോലും അറിയാത്ത ഒരു വസ്തുത മലക്കുകൾ അങ്ങോട്ട് പറഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുകയാണ്, പടച്ചോനെ എന്തിനാണ് പരസ്പരം രക്തം ചിന്തുന്ന, പരസ്പരം കുഴപ്പമുണ്ടാക്കുന്ന, എന്തിനാണെന്നേ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ സൃഷ്ടിക്കുന്നത് എന്ന്. ഷെരീഫെ തലയിൽ തട്ടിടാൻ ഉദ്ദേശിക്കുന്നില്ല, ഇടുന്നില്ല. അപ്പൊ ആദം നബിയുടെ കഥ ഈ മലക്കുകളോട് പറഞ്ഞു. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു ആദമിനെ. എന്നിട്ട് ഇവരാരും സുജൂദ് ചെയ്തില്ല. പിന്നീട് മലക്കുകൾ എല്ലാവരും സുജൂദ് ചെയ്ത് ഇബ്ലീസ് മാത്രമാണ് ചെയ്യാത്തത് കേട്ടോ. ഇബ്ലീസ് ചെയ്തില്ല. അങ്ങനെ ഇബ്ലീസിനെ അള്ളാഹു ആകാശത്ത് സ്വർഗത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുന്നു. ആലോചിക്കണം. അപ്പൊ ഇത് പടച്ചോൻ 5 അധ്യായങ്ങളിൽ ഒരേപോലെ ഈ കഥ ഇങ്ങനെ ആവർത്തിക്കുക. ഗംഗാ ഉദയൻ രണ്ടാമത് ഇനി അടുത്ത കെട്ടാൻ താല്പര്യമില്ല. ഭർത്താവുണ്ട്, മക്കളും ഉണ്ട്. രണ്ടാമത് കെട്ടിയത്, അതിന് മൂന്നാമത് കെട്ടാൻ താല്പര്യമില്ല. അതെ മുഹമ്മദ് ആരിഫ്, ഇവരൊക്കെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വരുന്ന. നിഷാദ് എവിടെ? നിഷാദ് ഇവരൊക്കെ പ്രതിരോധിക്കുക, പറഞ്ഞു വിടാൻ. രഘു നമസ്കാരം. അയ്യോ അബ്ദുൽ, പെട്ടിന്റെ കുറവുണ്ടെന്ന്. പെട്ടി ഇവിടെ അടുക്കി വെച്ചിട്ടുണ്ട്, ഇവിടെ ഉണ്ട്. ആദ്യമേ മലയാളം എഴുതാൻ പഠിച്ചിട്ട് വെച്ചല്ലേ. അപ്പോ ഈ പറഞ്ഞ കാര്യം തന്നെ അള്ളാഹു വീണ്ടും പറയുവാണ് 5 ഇടങ്ങളിൽ. ഏത് അധ്യായത്തിലാണ് ഞാൻ പറഞ്ഞതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 5 അധ്യായങ്ങളായിട്ട്. ഒന്ന് ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട്, ഈ കഥ നിരത്തി പറഞ്ഞു വെക്കുകയാണ്. രണ്ടാമതായിട്ട് അഹ്റാഫിൽ പറയുന്നുണ്ട്, ഇസ്രായിൽ പറയുന്നുണ്ട്, ത്വാഹയിൽ പറയുന്നുണ്ട്, സ്വാദിൽ പറയുന്നുണ്ട്. ഇങ്ങനെ അപ്പൊ ഇങ്ങനെ പറഞ്ഞത് തന്നെ വീണ്ടും 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 പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഈ ഖുർആൻ ഈ പറഞ്ഞതൊക്കെ ആവർത്തനങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്താലുണ്ടല്ലോ ഇന്നുള്ളതിന്റെ 1/3 പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവരൊക്കെ തന്നെയാണ്. പോട്ടെ. ഇനി ഇബ്ലീസിന്റെ കഥ. ഇബ്ലീസിനെ അള്ളാഹു ശപിച്ച് പുറത്താക്കിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കഥ. അതും പടച്ചവും പറയുന്നത് ഏതാണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. എണ്ണമറ്റ സ്ഥലങ്ങളിൽ, 7ഓളം സ്ഥലങ്ങളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സ്ഥലങ്ങളിൽ. ബക്കറ 2-ാം അധ്യായമാണ്, അഹ്റാഫ് 7-ാം അധ്യായമാണ്, യൂനിസ് 10-ാം അധ്യായം 11 ഹൂദില്, അൽ അംബിയ 21-ാമത്തെ അധ്യായമാണ്, അൽ മുഅ്മിനൂൻ 23-ാമത്തെ അധ്യായമാണ്, ഫുർഖാൻ 25-ാമത്തെ അധ്യായം, ഷൂറ 26-ാമത്തെ അധ്യായം, അൽ അൻകബൂത്ത് 29-ാമത്തെ അധ്യായം, അസ്വാഫാത്ത് 37-ാമത്തെ അധ്യായം, അൽ ഖമർ 54-ാമത്തെ അധ്യായം, നൂഹ് 71-ാമത്തെ അധ്യായം. ഇല്ല, നിഖിൽ പ്ലാൻ ഇല്ല. നിങ്ങളെ ഈ വിഷയത്തിൽ നിന്നും തെറ്റിക്കുന്നതിന് വേണ്ടിയാണ് ഈ ചാറ്റ് ബോക്സിനകത്തേക്ക് കയറി വരുന്നത് കേട്ടോ. ഞാനൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ നിന്നും തെറ്റിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പലതും എനിക്ക് താല്പര്യമുള്ള വിഷയമാണ് ഞാൻ സംസാരിക്കുക. നിങ്ങളുടെ താല്പര്യമുള്ള വിഷയം നിങ്ങൾ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ വിവരക്കേടാണ്.
അതിന് ഷുഹൈബിന് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഷുഹൈബ് ഇരുത്തിയിരിക്കുന്ന ആളല്ല ഞാൻ. ഇർഷാദിന്റെ വീടല്ല, ഇതെന്റെ വീടാ, ഇതെന്റെ ലൈവാ. നിനക്ക് വേണമെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ ഇറങ്ങി പോടാ, ആട്ടി വിടുക. അപ്പൊ ഇബ്ലീസിന്റെ കഥ പറഞ്ഞ് 7 അധ്യായങ്ങളിൽ എത്ര കണ്ട് സമയമാണ് ഒരു മനുഷ്യന്റെ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെക്കോ. ഇബ്രാഹിം നബിയുടെ കഥ 9 സ്ഥലങ്ങളിൽ പറയുകയാണ്. 9 സ്ഥലങ്ങളില്. ആൽ ഇമ്രാൻ, അൻആം, ഹൂദ്, ഇബ്രാഹിം, ഹിജർ, മറിയം, അംബിയാ, അസ്വാഫാത്ത്, ഖമർ. ഇങ്ങനെ മൂസാ നബിയുടെ കഥയാണെങ്കിൽ അതും 7 സ്ഥലങ്ങളിൽ പറയുന്നത് തന്നെ വീണ്ടും 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 പറഞ്ഞ്. പടച്ചോൻ എന്താണ്, നമ്മള് ഇപ്പൊ ഓർമ്മശക്തിയുള്ള ആളാണെങ്കിൽ പറഞ്ഞത് പിന്നെയും പിന്നെയും പറഞ്ഞു മനുഷ്യനെ മെനക്കെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോ പടച്ചോനെ സംബന്ധിച്ചിടത്തോളം, പടച്ചോന്റെ വിഷയത്തെ സംബന്ധിച്ച് പടച്ചോൻ ഒരു വിശ്വാസമില്ലാത്തതുപോലെ, പടച്ചോന്റെ കഴിവിനെ കുറിച്ച് പടച്ചോന് വിശ്വാസമില്ല. അതുകൊണ്ടാണ് പടച്ചോൻ വന്ന് വീണ്ടും 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 എനിക്ക് ഈ കഴിവുണ്ട്, എനിക്ക് ആ കഴിവുണ്ട്, എനിക്ക് മറ്റേ കഴിവുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പടച്ചോൻ. ഇനിയും പടച്ചോൻ സർവശക്തനാണോ അല്ലേ, അത് രണ്ടാമത്തെ കാര്യമാണ്. പടച്ചോൻ എല്ലാത്തിനും കഴിവുള്ളവനാണെങ്കിൽ പടച്ചോന് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അള്ളാഹു സ്വമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അള്ളാഹു ജനിച്ചിട്ടില്ല, അള്ളാഹു ജന്മം നൽകിയിട്ടില്ല. അള്ളാഹു, നമ്മളാണെങ്കിലോ അള്ളാഹു സ്വമദ്, അള്ളാഹു നിരാശ്രയനാണ്. ആർക്കും അള്ളാഹുവിന്റെ സഹായം അനിവാര്യമാണ്, പക്ഷേ അള്ളാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. എന്നിട്ട് അള്ളാഹു ഖുർആനകത്ത് മറ്റൊരിടത്ത് പറയാണ്, ഇൻ തൻസുറുല്ലാഹു യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കുമെന്ന്. യുണൈറ്റ് ഒരു കാര്യം ചെയ്യും, ഇതൊരു ജനാധിപത്യ രാജ്യമാണെന്നൊരു 100 തവണ ഇമ്പോസിഷൻ എഴുതി പഠിച്ചിട്ട് വച്ചല്ല. വിമർശനങ്ങൾക്ക് അതീതമല്ല ഒന്നും, വിമർശനങ്ങൾക്ക് അതീതരല്ല ആരും. വിമർശനങ്ങളെ സഹിഷ്ണുതയോടുകൂടി കാണാൻ വേറെ ഒരു വിജ്ഞാനം വേണം. ആദ്യം അത് പോയിട്ട് നേടിയിട്ട് വാ. പപ്പ പോയോ? നമ്മൾ പറയുന്നത് എന്താണെന്ന്, ഈ ഖുർആനിന്റെ വിശ്വാസ്യത കണക്കിലെടുത്താൽ ഖുർആനിനെ കുറിച്ചിട്ടായിരിക്കും ആദ്യം നമുക്ക് സംശയങ്ങൾ ഉണ്ടാവുക. ഇത് എങ്ങനെ വിശ്വസിക്കണം, ഇത് അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റില്ലെന്നേ. കാരണം ഇതിനകത്തുള്ളതെല്ലാം കുറെ ബ്ലണ്ടറുകൾ മാത്രമാണ്. ഇറങ്ങിയോ? അപ്പൊ ഖുർആൻ ആരാണ് ക്രോഡീകരിച്ചത് എന്നതിലേക്കാണ് നമ്മുടെ ഇത്തരം സംശയങ്ങളൊക്കെ ചെന്ന് നിൽക്കുന്നത്. ഖുർആൻ ആര് ക്രോഡീകരിച്ചു, എപ്പോൾ ക്രോഡീകരിച്ചു, എന്താണ് ഇതിന്റെ വിശ്വാസ യോഗ്യത? ഇപ്പോ ഭൂരിപക്ഷം ആളുകളും 3ാം ഖലീഫയായ ഉസ്മാൻ ആണെന്നും 2ാം ഖലീഫയായ അബൂബക്കറാണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്, 2ാം ഖലീഫ ഉമറാണ് ഇതൊക്കെ ക്രോഡീകരിച്ചതെന്നും ഇങ്ങനെ പല രൂപത്തിലാണ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോഴും ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അവലോകനം ഇതുവരെ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആനിന്റെ ചില വചനങ്ങൾക്ക് വിശദീകരണം ഏർപ്പെടുത്തുമ്പോൾ, മോനെ ഒന്ന് നിൽക്കാൻ പറഞ്ഞ ഞാൻ പറയാം, ഖുർആനിന്റെ വചനങ്ങൾക്ക് വിശദീകരണം തരുമ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതി വെക്കും, അല്ലാഹു റസൂലുഹു അഅലം, അല്ലാഹുവിനെ അറിയൂ, ഇതിന്റെ വിശദീകരണം ഞാൻ പിന്നൊന്ന് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അതുകൊണ്ടാണ് ഇതിന് ഒരുപാട് വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ടായത്. അതുകൊണ്ടാണ്. എനിക്ക് പോകാൻ സമയമായി, അപ്പോൾ നമുക്ക് പോയേക്കാം. എവിടെ മീനു, നിഷാദെ?
റെനി ഇപ്പൊ വന്നിട്ടേ ഉള്ളല്ലേ. അപ്പോൾ എനിക്ക് പോകണം, ഇപ്പൊ കറണ്ടും പോകും. ഇവിടെ ഇപ്പൊ പവർ കട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ഇൻവെർട്ടർ ഓൺ ചെയ്തിട്ടില്ല, കുഞ്ഞിനറിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. നന്ദി, ഗുഡ് നൈറ്റ്.